വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണ് ലോഡിംഗ് തൊഴിലാളികളായ 3 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ച 2 പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണുള്ളത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് ദിവസേന വെയിലത്ത് ഈ തൊഴിലാളികൾ വിശ്രമിക്കുന്ന ഭാഗത്താണ് ഇത് അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് എന്നുള്ളത് എല്ലാവരും ആവർത്തിച്ച് പറയുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് പ്രവേശനം വിലക്കുകയോ മറ്റ് നടപടികളോ ഒന്നും സ്വീകരിക്കാത്തതിന്റെ അനന്തരഫലമാണ് ഈ തൊഴിലാളികളുടെ ജീവനാണ് അതിന് നൽകേണ്ടി വന്നിരിക്കുന്ന വില. സങ്കടകരമായ സാഹചര്യമാണ്. ഈ സ്ഥലത്തുണ്ടായിരുന്നവരുടെ ചില പ്രതികരണങ്ങൾ ആദ്യം. കോർപ്പറേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. നന്നാക്കുന്ന ഇതുവരെ നന്നാക്കിയിട്ടില്ല. മുകളില് ഒരു നമ്മള് ജിമ്മുണ്ട്, പിന്നെ ഒരു 2ാം തിരുമല്, പിന്നെ ഒരു ഇതിന്റെ അടുക്ക് നമ്മള് ഇന്നലെ ഷൂട്ട് കളിക്കണ്ടല്ലോ, സോക്കർ ഉണ്ട്, പിന്നെ ഇതിന്റെ അടുക്ക് ഒരു 3-4 ഡോക്ടർമാരൊക്കെ ഉണ്ടേനി, അതൊക്കെ ഉണ്ട്. അതൊക്കെ പോയി ഇപ്പൊ 2 ഉണ്ട്. നിങ്ങളോട് തൊഴിലാളികളോട് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു? ഇല്ല പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെയാണ്. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മൾ ഇതിന്റെ പുറകിലായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടുണ്ട്. അതിന് കുറേ ആൾക്കാർ നമ്മൾ പഴി പറയും, കുറേ ആൾക്കാരെ പഴിച്ചാരും, കുറേ ആൾക്കാർ അങ്ങോട്ട് നിയന്ത്രണം പിന്നെ പോകാൻ പാടില്ലായിരുന്നു പറയും, കുറേ ആൾക്കാർ ഒരു ആരുടെ അങ്ങോട്ട് പോയിരിക്കുന്നു എന്നൊക്കെ പറയും. അതായത് നമ്മൾ പൊതു സ്വഭാവമാണ്, മലയാളികളുടെ മാത്രം ഒരു സ്വഭാവമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, അതായത് എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇനി ആ കെട്ടിടം ആരുടേതാണെന്ന് അടുത്ത് നോക്കുക. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെയാണ്, ഏത് ആൾക്കാരുടെയാണ്, ഓൻ എന്നെ വോട്ട് ചെയ്യൽ, ഓൻ എങ്ങനെയാണ് എന്നൊക്കെയാണ് നോക്കുക. അല്ലാതെ പൊതുജനങ്ങൾക്ക് പിന്നെ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ഇവിടെ നടക്കാറില്ല. ഇവിടെ കുറേ നാൾ മുമ്പല്ലോ മറ്റേ ഏതാന്ന് കോട്ടയത്ത് നിന്ന് ഒരു ആശുപത്രി ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ട് ആ ഒരു സ്ത്രീ ഒരു മരിച്ച ഓർമ്മയില്ലേ. അപ്പം അതെങ്ങനെയല്ലോ കൂടി ജോലിയൊക്കെ കൊടുത്തങ്ങ് ഒതുക്കിയേനി. ഇവർക്ക് എന്താ ചെയ്യാന്നറിയില്ല, ഇവർക്കിനി എത്ര നഷ്ടപരിഹാരം കൊടുക്കുമെന്നറിയില്ല. ആ നഷ്ടപരിഹാരം ജോലിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അതും അങ്ങനെ അങ്ങ് മറക്കാം. പിന്നെ അടുത്ത കെട്ടിടം എപ്പോഴാണ് വീഴുന്നത് അപ്പോഴേ നമുക്ക് നോക്കിയാൽ മതി. എല്ലാത്തിനും അങ്ങനെയാണ്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യവിഷവാദി ഉണ്ടായി കഴിഞ്ഞാൽ കുറേ നാൾ അതിൻ്റെ പുറകെ തന്നെയായിരിക്കും. വാഹന അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ നാൾ അതിൻ്റെ പുറകായിരിക്കും. വേറെ എന്തും ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ നാൾ അതിൻ്റെ പുറകായിരിക്കും. ഇത്രയേ ഉള്ളൂ. മലയാളികൾ ഇതാണ്. ഇതിലധികമൊന്നും പ്രതീക്ഷിക്കേണ്ട, മനസ്സിലാക്കണം നിങ്ങൾ. അതായത് കൃത്യമായിട്ട് ഇതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനോ അല്ലെങ്കിൽ ഇതിനെത്ര കാലപ്പഴക്കമുണ്ട്, ഇത് ശരിക്കും പറഞ്ഞ് ഉപയോഗിക്കാൻ കഴിയുമോ, ഇതാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടവരും ഉത്തരവാദിത്തപ്പെട്ടവരും എവിടെയാണ്? ആർക്കറിയാം? ആരാണ് ഇവരൊക്കെ തീറ്റിപ്പോറ്റുന്നത്? ആർക്കറിയാം? നമുക്കതൊന്നും എന്താ പറയണ്ടത്. 100 നൂലാമാലകൾ ചില സമയത്തൊക്കെ കൊണ്ടുവരും. ഇവരൊക്കെ എവിടത്തുകാരാണ് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. ഇപ്പോഴെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആൾക്കാർ കോർപ്പറേഷൻ പറയുന്നു, കുറേ ആൾക്കാർ പിന്നെ എന്താ പറയുക കൗൺസിലർ പറയുന്നു, പിന്നെ കുറേ ആൾക്കാർ മേയർ പറയുന്നുണ്ട്. മേയർ എനിക്ക് തോന്നുന്നു ഇന്നലെ ഇങ്ങോട്ട് കയറിയല്ലേ അല്ലേ? അത് തോന്നുന്നായിരുന്നു 2 ദിവസമല്ലേ, ഒരു മാസം കയറ്റേ ഉള്ളൂ മേയർ കയറിയിട്ട്. അതെ, മേയർ കയറിയിട്ട് ഇപ്പം അല്ലേ പിന്നെ ഇത് കഴിഞ്ഞിന് തെരഞ്ഞെടുപ്പ്. ഇനി ഒരേ മേയറാണെന്നോ അറിയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന മേയറിനെയാണോ ഇപ്പോഴൊന്നും അറിയില്ല കേട്ടോ. എന്തൊക്കെയായാലും നമ്മൾ മലയാളികൾ അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭീകരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ആഞ്ഞടിക്കും. കുറേ നാൾ അത്രയേ ഉള്ളൂ. കുറച്ച് നാളെ ഇപ്പോൾ ഒരു 3-4 ദിവസം, ഇന്നിപ്പോൾ അന്തിച്ചർച്ച അതായിരിക്കും, നാളെ അന്തിച്ചർച്ച അതായിരിക്കും, മറ്റന്നാളും അതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ അങ്ങ് പോകും. അപ്പോഴും കുറേ ആൾക്കാർ ഇവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെടുന്നുണ്ടോ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള ഇത്. ഇനിയൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന റോഡായാലും ബിൽഡിംഗ് ആയാലും ഇതൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് നിർത്തേണ്ടതെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരാണ്. പല റോഡിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് വലിയ കുഴികളുണ്ടാകും. അതിൻ്റെ അകത്തൊരു ബൈക്കുകാരൻ വീണിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിലെത്തും, ചിലപ്പോഴും വീട്ടിലെത്തൂല. അത് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് അതൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച് അടക്കേണ്ടത് ആരപണിയാണെന്ന് ശരിക്ക് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അത് ആരപണിയാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കേസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗർത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റോഡ്, നല്ല ഒരു റോഡ് ഉണ്ടാവും, കുത്തി പൊളിച്ചിട്ടിട്ട് നാശകോശാക്കി വെച്ചിട്ടുണ്ടാവുമായിരുന്നു. ഞാൻ തന്നെ കാണിച്ചാലേ, ഞാൻ ഇവിടെ ഇറങ്ങുന്നിടക്ക് തന്നെ ഉണ്ടായിരുന്നു, നാശകോശാക്കി വെച്ചിട്ടുണ്ടാവുന്നു. ഇത് ആര് ചെയ്യേണ്ടതാണ്? എന്താ ഇതിൻ്റെ ബാക്കിലുള്ള ചേതോ വികാരം എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇത് ആരോട് പറയണമെന്നും നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യാനാന്ന്? അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ അകത്ത് ഇനി ആരെങ്കിലും കുഴിയിൽ പോയി, അതിൻ്റെ അകത്ത് നിന്ന് ആരെങ്കിലും തെന്നി വീണ്, ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ചെയ്ത്, ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ, ഒരു 2 പേരൊക്കെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ആലോചന ഇങ്ങോട്ട് എടുക്കും. അതാണ് പണ്ട് മറ്റേ ഇവിടുന്ന് നമ്മുടെ വളപട്ടണം പാലത്തിൻ്റെ അടുക്കുന്ന ആ ഒരു വഴിയുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. അതായത് വളപട്ടണം പാലത്തിൻ്റെ അടുക്കുന്ന തിരിഞ്ഞ് പഴയങ്ങാടി വഴി നമ്മളെ പിലാത്തറ എത്തുന്നൊരു വഴിയുണ്ട്, റോഡുണ്ട്. ആ റോഡിപ്പോൾ പണിയെടുക്കുമെന്ന്, അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമെന്ന്.
അവിടത്തേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ അപകട കുഴികളായിരുന്നു. ഇപ്പോഴെന്തോ ഭാഗ്യത്തിന് അവിടെ പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എത്ര പേരായിരിക്കും ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് കൊടും ക്രൂരതയിൽ ഇവർ ചെയ്യുന്നത്. കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണ്ടേ? തിന്നുന്ന ശമ്പളത്തിനെങ്കിലും എന്താണ് ഇവരുടെ ജോലി എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണം. അതാ വേണ്ടത്. അതായത് ഓരോ ടീമായി തിരിച്ച് നിങ്ങളുടെ ജോലി എന്താണ്? നിങ്ങളുടെ ജോലി ഒരു ടീമിന് റോഡിൻ്റെ സേഫ്റ്റി നോക്കുക, ഒരു ടീമിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ഇത് കൊടുക്കുക, പിന്നെ ഒരു ടീമിന് എന്ന് പറഞ്ഞാൽ വേറെ വാട്ടറിൻ്റെ ഇത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കുമ്പോൾ എൻ്റെ പൊന്നു മകളെ ചില കെട്ടിടമൊക്കെ കണ്ടിട്ട് നമ്മൾ തന്നെ അതിശയപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെയാണ് അതങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാണ് എന്തെങ്കിലും സംഭവിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സംഭവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ആൾക്കാരുടെ ജീവൻ തിരിച്ചു കിട്ടും. അത്രയേ ഉള്ളൂ. ഇപ്പോഴാ 3 ജീവൻ പോയി. അതിനെന്ത് പറയാൻ പറ്റുമായിരിക്കും? കുറേ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കും, അല്ലെങ്കിൽ ജോലി കൊടുക്കും. ഇത്രയേ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒന്നും പറ്റൂല. വേറെ എന്താ പോയ ജീവൻ തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരാണ് എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്നൊന്നും നമുക്കറിയില്ല. അതായത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ചില ആൾക്കാരൊക്കെ ഭയത്തോടു കൂടിയാണ് ഇവരെ കാണുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ വന്നു എന്ന് പറഞ്ഞാൽ ഭയമാണ്. ഇവൻ എന്തിനാ വന്നിനി, ആർക്ക് വേണ്ടിയിട്ടാണ്? ഇപ്പോഴും എന്താ പറയുക, ഉദ്യോഗസ്ഥർക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെ ഇതാക്കാൻ കഴിഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവം പോലെയാണ് ഇവരൊക്കെ വരുന്നത്, എന്തോ ഒരു സംഭവം പോലെ ഇവർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവരിപ്പോഴും എന്താ പറയുക, ഞങ്ങൾ നികുതി പണം കൊടുത്തിട്ടാണ് ഞങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത്, അല്ലെങ്കിൽ ഞങ്ങളാണ് എടുക്കേണ്ടവർ എന്നൊന്നുമില്ല, ഒരിതുമില്ല. അതായത് ഇവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് ശരിക്കും നഷ്ടപരിഹാരവും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ കുറച്ചൊരു ഉത്തരവാദിത്തോട് പെരുമാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകും. ഏത് പാർട്ടീൻ്റെ ആളായി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പിടിപാടും കാര്യങ്ങളും ഇപ്പം എനിക്കായാലും നമുക്കായാലും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ ഇതിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പ്രഹസനം ഉണ്ടാവും. നാളെ മുതൽ എന്ന് പറഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങുകളും അരിച്ചു പൊറുക്കുവാടുന്നത്. ഇവിടുന്ന് ഒരു അരിമണി പോലും കിട്ടിയില്ല എന്ന് വേണ്ട ഏതൊരു സിനിമയിൽ പറയുന്നില്ല. അതേപോലെ തന്നെ നാളെ മുതൽ എന്ന് പറഞ്ഞാൽ അരിച്ച് പൊറുക്കാൻ തുടങ്ങും. ഇനിയിപ്പോൾ കുത്തി കാച്ചിട്ട് പോകുവാണ്, നിൻ്റെ അടിയിൽ കല്ലുണ്ടോ ഇല്ലെങ്കിൽ മണലുണ്ടോ എന്നൊക്കെ. അത് നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവമാണ്. അതായത് അടിച്ചിട്ട് വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നിരോധിക്കും, ഓണ് നിരോധിക്കും. അതുപോലെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി വെള്ള പെയിൻ്റ് ആക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതെന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. എന്തൊക്കെയായാലും ആ 3 പേരൊക്കെ ഇനി ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ, ഒരിക്കലും കഴിയത്തില്ല. അവരുടെ ജീവിതം പോയത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇതിൻ്റെ ആളാരാണ്, എന്താണ് ഇതിൻ്റെ എന്നൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഇന്ന ആള് കാരണമാണ് ഇത് ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്ന ആളാണ് ഇതൊക്കെ നന്നാക്കേണ്ടത് എന്നെങ്കിലും മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന വിധത്തിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും കമൻ്റ് അടിച്ചോ, ഹൈപ്പും ചെയ്തോ. ബൈ ബൈ.